കരുണാർദ്ര മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാം. ഇത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ, നിന്റെ ശരീരം എനിക്കു നൽകാം. ഇത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊഴുകിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാം. എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നിന്റെ ശരീരം, നിന്റെ ശരീരം എനിക്കു നൽകാം. എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഇത് ഒരു ദൈവസ്നേഹമാണ് ശരിക്കും. എന്താണ്? നിത്യതയുടെ ദൈവീകമായ രക്ഷാകര പദ്ധതിയാണ് യേശുവിൻ്റെ പദ്ധതി. നമ്മുടെ ഭൗതികമായ ജീവിതമായ അടിസ്ഥാന ആവശ്യങ്ങൾ ആരാണ്? അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആരെയാണ്? പരിശുദ്ധ അമ്മയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ നിത്യതയെക്കുറിച്ച് യേശുവിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് അനുദിന ജീവിത ആവശ്യങ്ങളും യേശുവിനെ കണക്ട് ചെയ്യണത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് യേശുവിനെ കണക്ട് ചെയ്യേണ്ടത്. അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് സ്വർഗത്തിൻ്റെ നടപടിക്രമം അനുസരിച്ച് ശരിക്കും പരിശുദ്ധ അമ്മയെയാണ് കാനായിലെ കല്യാണത്തിൽ ദൈവം ശരിക്കും ഈ വിഷയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യണത്? ഉടമ്പടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ചെയ്യണത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈശോനോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? കാനായിൽ എന്താണ് സംഭവിച്ചത്? ഒരു അത്ഭുതം ഉണ്ടാകാനുള്ള കാരണം എന്താ? സമയത്തിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. ഒരു മിറക്കലിലേക്ക് നയിക്കണത് എന്താണ്? ഒരു വിഷയം ഒരു അത്ഭുതത്തിലേക്ക് നയിക്കണത് എന്താണ്? ഒരു വിഷയം. ഇപ്പം കാനായിൽ വീഞ്ഞ് തീർന്നു പോയി, അതൊരു വിഷയമാണ്. അത് അത്ഭുതത്തിലേക്ക് പോകാൻ കാരണം എന്താണ്? സമയമാകാതിരുന്നത് കൊണ്ടാണ്. അതിൻ്റെ യേശുവിൻ്റെ സമയം ആകാതിരുന്നത് കൊണ്ടാണ്. പിശ പറഞ്ഞില്ല, അത് എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് അത് ക്ലോസ് ചെയ്യണം. പക്ഷേ അമ്മയാണ് ഇവിടെ മധ്യസ്ഥം വഹിക്കുന്ന കാരണം ഈ ഫയൽ അങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആകത്തില്ല, എഴുതി തള്ളപ്പെടത്തില്ല. അതാണ് വിഷയം. ഞാനങ്ങനെ ഇടയ്ക്ക് എൻ്റെ നമ്മുടെ പുസ്തകത്തിലുണ്ട്. അതായത് ആ സമയത്ത് പത്രോസാണ് അത് ആവശ്യപ്പെട്ടതെങ്കിൽ മിക്കവാറും അവിടെ അത്ഭുതം നടക്കത്തില്ല. അതാണ് പ്രശ്നം. കർത്താവ് പത്രോസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നീ മാനുഷിക കാര്യങ്ങളുടെ ആളാണ്, ദൈവിക കാര്യങ്ങളുടെ ആളല്ലെന്ന്. ഈ സംഭവം കേട്ടാൽ അപ്പം തന്നെ നടക്കത്തില്ലത്. പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. അപ്പോൾ ഈശോക്ക് അതൊക്കെ പറയാനൊക്കെ അറിയാം. നീ മാനുഷ്യ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. വേണമെങ്കിൽ അമ്മയോടും പറയാം. എന്താണ്? അവർക്ക് വീഞ്ഞില്ലെങ്കിൽ ഒരു വായ്പ വാങ്ങിക്കട്ടെ, എവിടെയെങ്കിലും പോയി. അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കാം.
അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അടുത്ത വീട്ടിലെ കടയിലെ പോയി അവർ വിലക്ക് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കാം. പക്ഷെ അതല്ല, അങ്ങനെയുള്ള ഭാഷ അമ്മയോട് പറയാൻ കൊള്ളത്തില്ല. പത്രോസാണെങ്കിൽ ഈശോ പറഞ്ഞേനോ. എനിക്ക് കാര്യം മനസ്സിലായാ? മരിയൻ ഉടമ്പടി സ്പേസ് എന്താണെന്ന് പറയുകയാണ്. ഇപ്പം ഈശോ അപ്പോസ്തലന്മാരോട് ഈശോയോട് പത്രോസ് ഈശോയോട് പറയുന്നതാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. പാഷൻ പ്രഡിക്ഷൻസ്, പീഡാനുഭവ പ്രവചനങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞത്? നീ സാത്താനെ പിറകി പോവുക. നീ എന്താ ചെയ്യണത്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ പത്രോസാണ് ഇവിടെ കണ്ടെച്ചും വീഞ്ഞ് തീർന്നു പോയില്ല കർത്താവ് എന്ന് പറയണമെങ്കിൽ മിക്കവാറും ചെകുത്താനെന്ന് ഇവിടെ കിട്ടിയില്ല. എന്താ കാര്യം? നേരെ പറയും, നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അതിനേക്കാൾ വ്യക്തമായിട്ട് ഇവിടെ ഒത്തിരിക്കും. എന്താണ്? പത്രോസ് അന്വേഷിക്കുന്ന മാനുഷിക കാര്യങ്ങളാണല്ലോ, വീഞ്ഞിൻ്റെ കാര്യമാണല്ലോ, കുടിക്കാൻ തിന്നുകയും ചെയ്യുന്ന കാര്യമാണ് അവൻ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ലെന്ന് ഈശോയ്ക്ക് പറയാം. പക്ഷേ ഇവിടെ ഈശോയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചോദിച്ച ആൾ പത്രോസ് അല്ല. അതാണ് പ്രശ്നം. നമ്മൾ എന്ത് പറയുന്നു എന്നനുസരിച്ചത് ആര് ആണ് ചോദിച്ചിരിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തി. ഇപ്പം മനസ്സിലായില്ല, അമ്മയും പത്രോസും തമ്മിലുള്ള വ്യത്യാസം. അമ്മ ചോദിച്ചത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി വരാഞ്ഞത്. എന്താണ്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ലെന്ന്. കാര്യം അമ്മയോട് ആ ഭാഷ പറയാൻ പറ്റത്തില്ല. അമ്മയോട് എന്ത് ഭാഷയൊക്കെ പറയണമെന്ന് ഈശോക്കറിയാം. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയെ നീയെന്ന് വിളിച്ചെന്ന്, അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെന്ന്. പക്ഷെ അമ്മ ആരാണെന്നും അമ്മയോട് എന്ത് ഭാഷയാണ് പറയേണ്ടതെന്നൊക്കെ ഈശോയ്ക്കറിയാം. അമ്മ നീയെന്ന് ഈശോ വിളിച്ചെങ്കിലും അമ്മയെ സ്ത്രീയെന്ന് വിളിച്ചെങ്കിലും ദൈവത്തിൻ്റെ ആയിട്ടുള്ള ദൈവികമായ കാരണങ്ങളുണ്ട്. അതറിയാത്തോളം കാലം നമ്മളിതുപോലെ പൊട്ടം പൂ കണ്ട പോലെ ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കും. പക്ഷേ അമ്മ ആരാണെന്നും അമ്മയോട് എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതെന്നും ഈശോയ്ക്കറിയാം. ഈശോ പത്രോസിനോട് പറഞ്ഞ പോലെ അമ്മേ നീ മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല എന്നൊന്നും പറഞ്ഞില്ല. സമയത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ചെയ്യാൻ സന്മനസ്സുണ്ട്. ഈശോയുടെ സന്മനസ്സ് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. അത് ഫ്ലാറ്റായിട്ട് ഡിനൈ ചെയ്യണില്ല, ചെയ്യത്തില്ല എന്നല്ല പറയണത്. ചെയ്യാൻ സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അത് പൊളൈറ്റ്നെസ്സാണ്, പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ എന്താണ്? ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്. അമ്മ പറഞ്ഞാൽ ചെയ്യാൻ എനിക്ക് സന്മനസ്സുണ്ട്, പക്ഷേ പിതാവ് കൽപ്പിച്ച സമയമായിട്ടില്ല. അപ്പം ഈ അപേക്ഷ നേരെ ഈ ഫയൽ പിതാവിൻ്റെ ടേബിളിലേക്ക് ടെക്നിക്കലായിട്ട് പോവുകയാണ്. പിന്നെ അവിടേക്ക് അമ്മയ്ക്ക് പ്രൊവിഷനില്ല, അവിടെ എൻട്രി ഇല്ല. അത് ഈശോയും അപ്പയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്. പക്ഷെ അവിടെ എൻട്രി വന്നതാണ് അമ്മയാക്കണത്. പിതാവിൻ്റെ വിഷയമാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടി ഈസിയാണ്. എന്താ കാര്യം? പിതാവായ ദൈവത്തിൻ്റെ മകളാണ് അവൾ. അവിടെയാണ് വിഷയം വന്നത്. പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി അമ്മയ്ക്ക് ഈസിയാണ്. എന്താ കാരണം? അവൾ പിതാവായ ദൈവത്തിൻ്റെ മകളാണ്. അപ്പോൾ വിഷയം മാറി. അതോടുകൂടി ഈ പിതാവിൻ്റെ മേശപ്പുറത്തേക്ക് ഫയൽ പോയതാണ് കാനായിലെ കുടുംബം രക്ഷപ്പെടാൻ കാര്യം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഓൾ ഓൺ എ സഡൻ ഇപ്പോൾ കൃപാസന ആൾക്കാരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഇന്നും വിശ്വസിക്കണില്ല അമ്മ അത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണെന്ന്. ആ വിഷയത്തെക്കുറിച്ച് പിതാവിനോട് അമ്മ ഡിസ്കസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഈശോയും അപ്പായും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും അമ്മയെ സമയഘടികാരവുമായി ഈ ആൾക്കാരെ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയത്. നമ്മുടെ എല്ലാ ഈവൻറ്റുകളും പിതാവായ ദൈവവും അതിൽ പരിശുദ്ധാത്മാവും അതുപോലെ തന്നെ ഈശോയുമുണ്ട്. മക്കൾ മനസ്സിലാക്കണം. ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് മുഴുവൻ അമ്മ മാതാവിൻ്റെ മുഴുവൻ വിഷയമാണല്ലോ ഇതെന്ന്. അല്ല, അമ്മയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും പിതാവ് അവിടെ കക്ഷിയാണ്, ഈശോ അവിടെ കക്ഷിയാണ്.
പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ പേഴ്സണെ പോലെ കൂടെ നിൽക്കുന്നതാണ്. ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ ഒരു ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം. ശ്രുതികട്ടെ ഹല്ലേലൂയ. എഴുന്നേറ്റ് ശ്രുതികട്ടെ, വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ വാഴ്ത്തി പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ചതിയുടെ മനസ്സുള്ള ശിഷ്യനോട് എങ്ങനെ പങ്കുവച്ചു, ചതിയുടെ മനസ്സുള്ള ശിഷ്യനോട് എങ്ങനെ പാദം കഴുകി തുടച്ചു നീ തള്ളി പറഞ്ഞിടുമെന്നറിഞ്ഞിട്ടും നിന്റെ ശരീരം എനിക്കു നൽകാൻ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാകര മനസ്സും യേശുനാഥാ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ നെഞ്ചതിൽ കൈവച്ച് വളരെ അഭിഷേകത്തിൻ്റെ ഒരു നല്ല സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളിപ്പോൾ ആയിരങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നോട് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനൊക്കെ നെഞ്ചിൽ കൈവെപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, വൃഷങ്ങളിലുണ്ടാകുന്ന മുഴകളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഈശോ അറിയിച്ചിട്ടുണ്ട്. കർത്താവ്, അങ്ങനെയുള്ള രോഗികളെല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. ശരീരത്തിൽ ആകപ്പാടെ മുഴയും സിസ്റ്റമുള്ളവരെ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധി ഞാൻ കൊണ്ടുവരുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവത്തിൻ്റെ സന്ധിപ്പും സഹായവും ചെയ്യാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ദൈവം കാനായിൽ കൊണ്ടുവന്ന് അമ്മയെ പ്ലേസ് ചെയ്തിരിക്കുകയാണെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരം വന്നതല്ലെന്നും ദൈവത്തിന് ഒരു കുടുംബത്തെ കാലാതീത കാലത്തോളം കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സഹായിക്കാൻ സന്മനസ്സുള്ളത് കൊണ്ട് നിത്യജീവന് വേണ്ടി മാത്രം യേശുവിനെ നൽകിയിരിക്കുകയും മനുഷ്യൻ്റെ അനുദിന ആവശ്യങ്ങൾക്ക് ആശ്വാസം പകരാൻ ദൈവത്തിൻ്റെ സന്മനസ്സിൻ്റെ പദ്ധതിയുടെ ആളുരൂപമാണ് പരിശുദ്ധ അമ്മയെന്നുള്ള സ്വർഗീയ വെളിപ്പാടിലെ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോഴാരെല്ലാം എവിടെയെല്ലാം ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലെ അവരുടെ ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഉടമ്പടി വിഷയങ്ങളിലും ഉടമ്പടി എടുക്കാനിരിക്കുന്നവരെ ഉടമ്പടി എടുക്കാനിരിക്കുന്ന വിഷയങ്ങളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിലെ ദൈവശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതാവശ്യങ്ങൾ ദൈവത്തിരുസന പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ അവർക്ക് അനുഭവിക്കുകയും അവർ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുകയും ചെയ്യട്ടെ. എനിക്കു ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം
അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാര മനസ്സും യേശുനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കട്ടെ. പ്രിയമുള്ള, ഇതുപോലെ വിശപ്പും അതുപോലെ തന്നെ വിശപ്പിൻ്റെ വിഷയവും കാലമാകാത്ത ഒരു അവസ്ഥയും ബൈബിള് വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്ഷണക്കാര്യമാണല്ലോ കാനായിൽ നടന്നത്. കാനായിൽ നടന്നത് എന്താണ്? ഒരു ഭക്ഷണക്കാര്യമാണ്. പക്ഷെ കുഴപ്പം എന്താ? കാലമായിട്ടില്ല കർത്താവിൻ്റെ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ആകാത്ത കാലം ആക്കിയെടുക്കുന്നതാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നമ്മുടെ ആകാത്ത കാലം ആക്കിയെടുക്കും. നടക്കാത്ത കാര്യം നടക്കുന്നതിന് വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തിൽ ഏതാണ്ട് 2400ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. 10,000-20,000 സാക്ഷ്യങ്ങളാണ് നമുക്കൊരു വർഷം കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം അത്രയും സ്പീഡാണ്. അപ്പം ഞാനവർക്ക് 20,000 പേരല്ല ഉടമ്പടി ചെയ്യണത്. ഇവർക്ക് എന്നാ പറ്റിയത്? കുറേ അണ്ണന്മാരെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ വരത്തില്ല. അങ്ങനെ ഉണ്ട്. അവർക്ക് വെച്ച് തന്നെ ഞാൻ പറയാം, അവർ അപകടത്തിലാണ്. അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ആലപ്പുഴ വരത്തില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയാൻ എങ്ങാനും പറഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ പറയാനുള്ള ഒരു ചമ്മല്. എന്താണ്? ഈ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് അവരുടെ ക്രെഡിറ്റിലാണ് അവർ വകവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പം ചില അമ്മമാരില്ലേ, മകൾക്ക് 90 മാർക്ക് കിട്ടാൻ വേണ്ടി വന്ന് അങ്ങനെ തന്നെ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 90-ന് 91 കിട്ടും. ചിലപ്പോൾ ബുദ്ധിസായിരിക്കുവേ, അമ്മ സഹായിക്കുന്നതാണ്. പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ അമ്മ ഉടനെ ഇവിടെ സാക്ഷ്യം പറയത്തില്ല. പക്ഷെ അവരുടെ പള്ളികളിലൊക്കെ നടന്ന് അവരുടെ ഇടവക പള്ളിയിലൊക്കെ നാത്തൂനോടും ആൻറ്റിയോടും അനിയത്തിയോടും ഒക്കെ പറയും. എന്താണ്? പിന്നെ വെറുതെ അല്ല 91 മാർക്ക് കിട്ടിയത്, ഞാൻ അവളുടെ കൂടെ കണ്ണിൽ ഈർക്കലും വെച്ച് കട്ടൻ ചായം കുടിച്ച് കുത്തിയിരുന്നിട്ടാണ്. എങ്ങനെയുണ്ട് പരിപാടി? മാതാവ് ഞൊട്ടി ഇല്ലേ? ഇതാണ് സംഭവം. ഇതാണ് ഈ അണ്ണന്മാരെ ഓർഡർ തമ്മാവ ആളറിയാവെന്ന് പറയുന്നത്. അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ക്രെഡിറ്റ് അവരുടെ സ്വന്തം ക്രെഡിറ്റായ സാക്ഷ്യം ദൈവത്തിന് കൊടുക്കാതെ, മഹത്വം കൊടുക്കാതെ. നിങ്ങൾക്കറിയാമല്ലോ, ബൈബിള് സമ്പൂർണ്ണ ബൈബിള് മുഴുവൻ കൈകാര്യം ചെയ്യുന്നൊരു വിഷയം എന്താണ്? അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ വിഗ്രഹങ്ങൾക്ക് കൊടുത്തു. അതാണ് സംഭവം. ഉടമ്പടിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റതാണ്. എന്താണ്? നിങ്ങൾ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഈ അനുഗ്രഹം സാക്ഷ്യത്തിലൂടെ അതിൻ്റെ മഹത്വം ആർക്ക് കൊടുക്കേണ്ടതാണ്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമാണ്. ദൈവത്തിന് കൊടുക്കാത്ത മഹത്വം ചിലപ്പോൾ സ്വയം എടുത്ത് മഹത്വത്തിൻ്റെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നെളിഞ്ഞു വെച്ച് നടക്കും. നമ്മുടെ ബോബനും മോളിയും നടക്കണ പോലെ ചില പണ്ടത്തെ ടോംസിൻ്റെ കാർട്ടൂണില്ലേ. അപ്പോൾ അവരുടെ പ്രശ്നം എന്നത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ചില ആൾക്കാർ ആരോടും പറയത്തില്ല, മിണ്ടത്തില്ല. മിണ്ടാതിരിക്കുമ്പോൾ തന്നെ സൈലൻ്റ് ഗ്ലോറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ കാര്യം? മറ്റുള്ളവർ പറയും നല്ല ബുദ്ധിയുള്ളവനാണ്, രക്ഷപ്പെട്ട്, അവൻ്റെ അവൻ്റെ ആത്മാർത്ഥതയാണ്, അവൻ്റെ പരസഹായമാണ്, അവൻ്റെ മറ്റുള്ളവരുള്ള കാരുണ്യമാണ്. അവൻ്റെ കാരുണ്യമല്ലേ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യണത്.
നിങ്ങൾ ആശുപത്രിയിൽ പോണതും രോഗികളെ കണ്ടത് അപ്പാപ്പനെ കുളിപ്പിച്ചതൊക്കെ ആൾക്കാർ കണ്ടതാണ്. നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ ഈ ഉടമ്പടി എടുത്തായിട്ട് നാട്ടുകാർക്ക് അറിയത്തില്ലല്ലേ, നിങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നാട്ടുകാർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. ശരിയാണ്, അവൻ്റെ കാരുണ്യ പ്രവൃത്തി, അവൻ്റെ ആ പഴയ ആളല്ലവൻ. അവനിപ്പോൾ ആകപ്പാട് മാറി, വഴിയില്ല, കുടിയില്ല, അവനിപ്പോൾ രക്ഷപ്പെട്ട്. അവനെന്താ, അവൻ ഇന്നാളും കുറേ പത്രം കൊണ്ടൊക്കെ വിതരണം ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അവനത് കൊണ്ടുപോയി ആശുപത്രിയിൽ പോയി രോഗികൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആളങ്ങനെ മാറിപ്പോയി. ഇത് നീ കേൾക്കുന്നുണ്ട്, നിനക്ക് ജോലി കിട്ടിയതിൻ്റെ വകുപ്പാണ് പറയണത്. ക്രെഡിറ്റ് ആർക്ക് കിട്ടി? നിനക്ക് നാട്ടുകാർ തന്നപ്പോഴും നീ മിണ്ടിയില്ല. അതായത് മൗനമായിട്ട് മഹത്വമാണ് ചെയ്യുന്ന ആൾക്കാർ. ഉടമ്പടിയുടെ ഒരു പ്രത്യേക വർഗം ജീവികളാണ് മൗന മഹത്വക്കാർ. കാര്യം അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം നാട്ടുകാർ നിനക്ക് തന്നിട്ടും നീ ദൈവത്തെക്കുറിച്ച് നീ മിണ്ടിയില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഓൺ ഔട്ടായി പോകും. കാര്യം എന്താ, നമ്മളെ മഹത്വം എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു സാധനം അടിച്ച് കയറ്റണം വിചാരിച്ചോ, വെറുതെ ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടതിൻ്റെ കാര്യമില്ല, അത് സേവ് ചെയ്യണം. സേവ് ചെയ്താൽ പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ആ ഫയൽ എടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നിനക്ക് കിട്ടിയ അനുഗ്രഹത്തെ നീ കർത്താവിനെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ അത് സേവായി, ഗ്യാരണ്ടിയായി. അനുഗ്രഹത്തെ ഗ്യാരണ്ടി ചെയ്യണത് അനുഗ്രഹത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് കിട്ടിയ മുഴുവനും സാക്ഷ്യങ്ങള്, അനുഗ്രഹങ്ങള് അങ്ങയുടേതാണെന്ന് ഏറ്റുപറയാനുള്ള വിനയവും കൃപയും എനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ പേര് അർഷിൻ, ഞാൻ വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ജാനുവരി 22-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കാനഡയിലേക്ക് പോകാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു. വളരെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തുടങ്ങിയുള്ള ആഗ്രഹമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ സമയത്തൊന്നും സമ്മതിക്കില്ലായിരുന്നു. പേടി കൊണ്ടാണ്, കാരണം ഇത്രയും വലിയൊരു കടബാധ്യതയ്ക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സമ്മതിക്കാഞ്ഞത്. പിന്നെ 3 കൊല്ലം കഴിഞ്ഞു. 2017 ഡിഗ്രി കഴിഞ്ഞത്. 4 കൊല്ലത്തോളം കഴിഞ്ഞു വീട്ടിൽ സമ്മതിച്ചപ്പോൾ. അപ്പോൾ IELTS എന്ന് പറയുന്നത് എനിക്കൊരു ചലഞ്ചിങ് ഫാക്ടറായിരുന്നു. അങ്ങനെ ഞാൻ 2022 ജാനുവരി 22-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു വീട്ടിൽ പോയിട്ട് ദിവസവും പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ ജപമാല കഴിഞ്ഞിട്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ ഇടയിൽ ഞാനിങ്ങനെ അമ്മയോടൊരു അടയാളം ചോദിച്ചു. പാസ്സാവുന്നുള്ളൊരു ആൻസൈറ്റി കൊണ്ടാണ്, കാരണം മലയാളം മീഡിയത്തിൽ നിന്നാണ് ഫുള്ള് പഠിച്ചത്. SLC ആണെങ്കിലും +2 ആണെങ്കിലും എല്ലാം മലയാളം മീഡിയത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ വളരെ ചലഞ്ചിങ് ഫാക്ടറായിരുന്നു എനിക്ക്. അങ്ങനെ അടയാളം ചോദിച്ചു. വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഞാൻ ഉടമ്പടിയുടെ ബുക്കിൽ 26-ാം പേജിൽ 65 എന്നുള്ളൊരു നമ്പറാണ് എനിക്ക് അമ്മ കാണിച്ചത്. 2 സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് അടയാളം തന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണ് വീണ്ടും ക്ലോക്കിലേക്ക്, വീടിനെ വെച്ചിരിക്കണ ക്ലോക്കിലേക്ക് വീണ്ടും പോയി. അപ്പോഴും ഒരു അടയാളമാണ് നടക്കണ്ടേ. 7-നും 6-നും ഇടയിൽ സെക്കൻഡ് സൂചി നിൽക്കുന്നു. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു, വിശ്വസിച്ചു 6.5 എന്ന് പറയുന്നൊരു സ്കോറായിരിക്കും കിട്ടുന്നതെന്നുള്ളത്. അങ്ങനെ ഡേറ്റ് വന്നു, IELTSന് ഡേറ്റ് വന്നു. സ്പീക്കിങ്ങിന് പോയിട്ട് ഇൻ പേഴ്സൺ ആയിരുന്നില്ല, ലാപ്ടോപ്പായിരുന്നു. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. എങ്കിലും ലാപ്ടോപ്പ് പവർ ഓഫ് ആയിപ്പോയി. പകുതി ആയിപ്പോഴേക്കും ഞാൻ എക്സാമിനറോട് പറയുന്നുണ്ട്, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നു, ലോ ബാറ്ററിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിനർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ട് 3-ൽ വെച്ചിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസോളം ഞാൻ ആൻസർ ചെയ്തു. ആ സ്പോട്ടിൽ ലാപ്ടോപ്പ് ഓഫായി പോയി. അങ്ങനെ വീണ്ടും ഞാൻ ശരിക്കും ന്യൂട്രൽ എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി, കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ പുറത്തേക്ക് വന്നു. അപ്പോൾ അവർ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു എന്തായാലും റീഅറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ബ്ലാങ്ക് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സ്പീക്കിങ്ങിന് കയറി.
ആ സെയിം കാര്യങ്ങൾ തന്നെ എന്താണോ മുമ്പ് ചോദിച്ച ഒരു വ്യത്യാസമില്ലാണ്ട് ആ സെയിം കാര്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ എങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഷോക്കിലിരിക്കുമ്പോൾ വീണ്ടും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, പലയിടത്തും സ്റ്റോപ്പായിപ്പോയി. അങ്ങനെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടോടെയാണ് തിരിച്ചു വന്നത്. അങ്ങനെ വണ്ടി എടുത്തു തിരിച്ചു പോന്നു. അപ്പോൾ റോട്ടിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങളാണ്, പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള മൈൻഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോഴും ഞാൻ വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കുമ്പോഴും അവിടെ 6.65 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റാണ് കാണിക്കുന്നത്. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു, വിശ്വസിച്ചു, അമ്മ 6.5 എന്ന് പറഞ്ഞ സ്കോറാണ് എനിക്ക് തരാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞു, LRW വന്നു. LRWനും ഞാൻ ചെന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് റീഡിങ്. അപ്പോൾ റീഡിങ്ങിന് ലിസണിങ് കഴിഞ്ഞു, റീഡിങ്ങിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് 5 മിനിറ്റത്തോളം എനിക്കൊന്നും ആൻസറേ കിട്ടുന്നില്ല. ഭയങ്കര ടഫസ്റ്റുള്ള പാരഗ്രാഫായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ കാശ് രൂപം കൊണ്ടാണ് ടെസ്റ്റ് സെൻറ്ററിൽ പോയത്. ഞാനങ്ങനെ അമ്മയുടെ രൂപം എടുത്തിട്ട് അമ്മയെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു, മനസ്സിൽ ഞാൻ വിളിച്ചു ഉള്ളിൽ നിന്നിട്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സെക്ഷനാണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. അതുപോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കാശ് രൂപം കൊടുത്തു, അമ്മയെന്ന് വിളിച്ച്. പിന്നെ എല്ലാ ആൻസറും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ണിലേക്ക് ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ എനിക്ക് ആൻസർ ഇങ്ങനെ ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ വന്നുകൊണ്ടിരുന്നു വെച്ചു. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ 14 ദിവസം കഴിയണം റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഭയങ്കര പേടിയാണ് എന്താണെന്നുള്ളത്. കാരണം ഞാൻ ഓൾറെഡി ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. അങ്ങനെ റീഡിങ്ങിന് തന്നെയാണ് എനിക്ക് പോയതും. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൽ കാൻഡിൽ പ്രയറിട്ടാണ് പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിലും തെറ്റിലൂടെയുള്ള ജീവിതമായിരുന്നു. ഉടമ്പടി എന്ന് പറയുമ്പോഴേക്കും നമ്മളെ തന്നെ ശുദ്ധീകരിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. തെറ്റുകളിൽ നിന്നെല്ലാം മാറി വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കണേ. പക്ഷേ ലൈറ്റ് കാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചെങ്കിലും വളരെ ഒരു ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. IELTS കിട്ടി. അതേപോലെ റിസൾട്ട് വന്നത് മാർച്ച് പകുതിയോടെയാണ് വന്നത്. അപ്പോൾ ഒട്ടുമിക്ക സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. അങ്ങനെ സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ ഒട്ടുമിക്ക കോളേജസിലും സീറ്റ് ഫില്ലായി. നിസ്സാരമായിട്ടുള്ള കോളേജസ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോഴ്സ് എടുക്കാനുള്ളൊരു ഓപ്ഷനും ഇല്ല അവിടെ. നമുക്ക് ഏതൊരു കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ റിജക്ഷൻ ഉള്ളതുകൊണ്ട്, എനിക്ക് 3 എക്സ്പീരിയൻസ് ഉള്ളത് വേറെ ഫീൽഡായതുകൊണ്ട് ആ ഫീൽഡിലുള്ള കോഴ്സ് തന്നെ നോക്കി. അങ്ങനെ കോളേജെല്ലാം ഫില്ലാണെന്ന് ഇങ്ങനെ കൺസൾട്ടൻസി പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു പയ്യൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന്. ആ പയ്യൻ എന്നോട് പറഞ്ഞു, അവനിങ്ങനെ ആ ഒരു കോഴ്സിനാണ് അപ്ലൈ ചെയ്തത്. ഒരു കോളേജിൽ ആ കോഴ്സിന് റീ ഓപ്പൺ ആയിട്ടാണ് തോന്നുന്നു, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എനിക്കൊരു പരിചയമില്ല ആ പയ്യനെ. അങ്ങനെ ഞാൻ കയറി ചെക്ക് ചെയ്തു, കൺസൾട്ടൻസി ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ടോട്ടലി 3 കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തു ആ ടൈമിൽ. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വേണ്ടി 2 സെപ്റ്റംബർ ഇൻടേക്കും 1 ജാനുവരി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടെന്നറിയാം, IELTSന് വേണ്ടിയിട്ടും അതേപോലെ OETക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് പേര്. ആ അമ്മയുടെ കാശുരൂപം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രൂപമാണ് അമ്മയുടെ കാശുരൂപം. അത് വെച്ച് പ്രാർത്ഥിച്ചില്ല എന്തായാലും കിട്ടും. കാരണം എൻ്റെ 2 കൂട്ടുകാരെ എൻ്റെ ഒരു കൂട്ടുകാരി, അവളെ ഞാനിവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുപ്പിച്ചു. 3 തവണ അവൾ ഫെയിലായതാണ്. 4ാമത്തെ തവണ അവളെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. അവൾ പാസ്സായി. അതേപോലെ എൻ്റെ അനിയൻ, ആൻറ്റിയുടെ മകൻ, അവൻ ആദ്യത്തെ തവണ പോയി 5.5 ആയിപ്പോയി. 2ാമത്തെ തവണ അവൻ ഞാനിവിടെ കൊണ്ടുവന്നു. ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ ഞാൻ അവനവിടെ കൊണ്ടുവന്നു. അവന് ഓവറോൾ 7ഓടെ അവൻ പാസ്സായത്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അർഷിന്റെ സാക്ഷ്യം വ്യക്തമാണ്.